ഭാവം പരിഗണിച്ചിട്ടാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ സുഹൃത്തിന്റെ സ്വഭാവത്തിലായിരിക്കും എന്നാ പറഞ്ഞത്. ഫല്യൻദുർ ഇലാ മൻ യുഖാലിലു, അതുകൊണ്ട് ആരോട് ചങ്ങാത്തം കൂടണമെന്ന്, ആരോടാണ് ചങ്ങാത്തം കൂടിയതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ആലോചിച്ചിട്ടേ സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന ഒരാശയമാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ ഓതിവെച്ച പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിലെ ഒരായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. നാളെ പാരത്രിക ലോകത്തെത്തിയാൽ ആളുകൾ വിളിച്ചു പറയുന്ന ഒരു രംഗമാണ് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, മനുഷ്യൻ നാളെ നഖം കടിക്കുമെന്നാ പറയുന്നത്. മനുഷ്യൻ നാളെ നഖം കടിക്കാൻ പോകുന്നുണ്ട്. യഖൂലു, നഖം കടിച്ചുകൊണ്ട് വിഷമത്തോടെ അവൻ നാളെ പറയുന്നത്, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ, അല്ലാഹുവിന്റെ ദൂതനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയും. അല്ലാഹു പറഞ്ഞത് അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു എന്ന് നാളെ മഹ്ശറ ലോകത്ത് വെച്ച് ആളുകൾ പറയും. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, നരകത്തിലേക്ക് പോകുന്ന ആളുകളെ ആദ്യമായി അല്ലാഹുവിന്റെ മാലാക്കമാരാണ് കണ്ടുമുട്ടുന്നത്. ആ മാലാക്കമാര് സ്വർഗാവകാശികളോടും അതോടൊപ്പം നരകാവകാശികളോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു തആല മുന്നറിയിപ്പുകാരെ തന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. കൂട്ടം കൂട്ടമായി ജനങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിന്റെ മാലാക്കമാർ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരായി അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടില്ലേ എന്നാണ്. അഥവാ പ്രവാചകന്മാർ നമ്മൾക്കുള്ള മുന്നറിയിപ്പുകാരാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകുവാനുമാണ് അല്ലാഹു തആല മഹാന്മാരായ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരെ ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ അതേപോലെ അല്ലാഹുവിന്റെ ദൂതന്മാരായ ആളുകളെ ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിലെന്ന് വിരൽ കടിച്ച് നഖം കടിച്ച് ആളുകൾ ഖേദിക്കുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞു, യാ ലൈതനി യാ വൈലതാ, എന്റെ നാശമേ, എന്റെ നാശമേ, യാ വൈലതാ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാൽ ഇന്നവരെ ഞാൻ ചങ്ങാതിയാക്കി കൂടെ കൂട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നാൽ ഇന്ന ഒരാൾ എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ കഞ്ചാവിന്റെയും ലഹരിയുടെയും അടിമയായത്. ഇന്നാൽ ഇന്ന ഒരാൾ എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ പുകവലിക്കാൻ തുടങ്ങിയത്, ഞാൻ സിനിമ കാണാൻ തുടങ്ങിയത്, ഞാൻ പെണ്ണ് കാണാൻ തുടങ്ങിയത്, ഞാൻ തോന്നിവാസങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എന്നാൽ ഇന്ന ഒരു ചങ്ങാതി എന്റെ സുഹൃത്തായി വന്നത് മുതലാണ് യാ ലൈതനീ,
ഞാൻ ഇന്ന ഒരാളെ ചങ്ങാതിയാക്കിയിരുന്നില്ലെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് നാളെ മഹ്ശറാ ലോകത്ത് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. എന്നെ വഴികേടിലാക്കിയത് എന്റെ ചങ്ങാതിമാരാണ്, എന്നെ വഴികേടിലാക്കിയത് എന്റെ ചങ്ങാതിമാരാണ്. അതുകൊണ്ട് ഞാൻ അവരെ ചങ്ങാതിയാക്കിയിരുന്നില്ലെങ്കിൽ എന്ന രീതിയിലാണ് നാളെ ആളുകൾ ഖേദിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. നാളെ മഹ്ശറാ ലോകത്ത് അല്ലാഹു തആല അർശിന്റെ തണൽ നൽകാൻ കാരണമാകുന്നത് ചങ്ങാതിമാരായിരിക്കും. അങ്ങനെയുള്ള രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നാളെ എനിക്ക് അർശിന്റെ തണൽ ലഭിക്കുന്നത്, നാളെ നിങ്ങൾക്ക് അർശിന്റെ തണൽ ലഭിക്കുന്നത് രണ്ട് കാരണത്താലാണ്. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായത് കാരണത്താൽ. വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന രണ്ട് കൂട്ടുകാർ, അവർക്ക് അല്ലാഹു തആല നാളെ അർശിന്റെ തണൽ നൽകുമെന്നാ പറഞ്ഞത്. എന്താ അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, വഅബ്ഗള ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുക, വഅഅതാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നൽകണം, വമനഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി തടയണം, എങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അയാൾ പരിപൂർണ മുഅ്മിനാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിലാവണം, അതല്ലാതെ ഭൗതിക സുഖത്തിന് വേണ്ടിയാവരുത്. അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ അല്ല, പിന്നെയോ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു കാരണവശാലും ഒരാളോടും പിണങ്ങൂല. ദുനിയാവിന്റെ വിഷയത്തിൽ പിണങ്ങാൻ നമ്മൾക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മഹദിമാരായ ഭാര്യമാര് പറഞ്ഞത്, എന്റെ ഭർത്താവ് കാന അഹ്സനൻ നാസി ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരനായിരുന്നു എന്റെ ഭർത്താവ്. വലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷാ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യനായിരുന്നു. മോശപ്പെട്ട വർത്തമാനങ്ങളില്ല, ചീത്ത പ്രവർത്തനങ്ങളില്ല. പിന്നെ പറയുന്നത്, എന്റെ ഭർത്താവ് അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ദേഷ്യപ്പെട്ടാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ വിഷയത്തിലല്ലാതെ ഇന്നേ വരെ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ എന്തേ നീ ചെയ്യാത്തത് എന്ന് പോലും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാറില്ല. അത് ഭാര്യമാരോട് മാത്രമല്ല, ഖാദിമീങ്ങളായ വീട്ടിലുള്ള ജോലിക്കാരോട് വരെ, തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സെർവൻസ്, തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സേവകന്മാർ, അവരോട് പോലും അവിടെ പോയി മീൻ വാങ്ങി വാ എന്ന് പറഞ്ഞേച്ചാൽ അവർ പോയില്ലെങ്കിൽ എന്താടാ നീ പോവാത്തത് എന്ന് ചോദിച്ചിട്ടില്ല. ഒരു കാര്യത്തിന് വേണ്ടി തന്റെ വീട്ടിലുള്ള ഖാദിമീങ്ങളെ പറഞ്ഞേക്കുകയാണ്, അവിടെ പോയി വരണം, അവർ പോയില്ല, എന്തേ നീ പോകാത്തത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതൊക്കെ ദുനിയാവിന്റെ വിഷയങ്ങളാണ്. എനിക്കും പോവാം, അവര് പോയ സ്ഥലത്തേക്ക് അവര് പോയില്ലെങ്കിൽ എനിക്ക് പോയി ആവശ്യം നിറവേറ്റിയിട്ട് വരാം. അതുകൊണ്ട് എന്തേ നീ പോവാത്തത് എന്ന് ചോദിക്കാൻ അവകാശമില്ല.
അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയോട് ചായ കിട്ടാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടൂല. ദേഷ്യപ്പെടാൻ അയാൾക്ക് അർഹതയില്ല. വസ്ത്രം അലക്കി തരാത്തതിന്റെ പേരിൽ എന്തേ നീ വസ്ത്രം അലക്കാത്തത്? അവകാശമില്ല അങ്ങനെ ചോദ്യം ചെയ്യാൻ. നിനക്കും ഇതേപോലെ വസ്ത്രം അലക്കാമല്ലോ. അയൺ ചെയ്തു തരാത്തതിന്റെ പേരിൽ എന്തേ നീ അയൺ ചെയ്തു തരാത്തത്? അങ്ങനെ ചോദിക്കാനുള്ള അർഹതയില്ല. അതൊക്കെ ദുനിയാവിന്റെ വിഷയങ്ങളാണ്. 9 മണിയാകുമ്പോൾ നാസ്ത റെഡിയാവാത്തതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരോട് പറയാനുള്ളത്, 9 മണിയാകുമ്പോ നാസ്ത റെഡിയാവാത്തതിന്റെ പേരിൽ ഒരു കാരണവശാലും നമ്മൾക്ക് നമ്മുടെ ഭാര്യമാരോട് എന്തേ നാസ്ത റെഡിയാവാത്തത് എന്ന് ചോദിക്കാനുള്ള അർഹത പോലുമില്ല. കാരണം ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്കും ഉണ്ടാക്കാം. പാചകം ചെയ്ത് ഭാര്യയ്ക്കും മക്കൾക്കും നൽകാൻ നമ്മൾക്ക് കഴിയുമല്ലോ. അതവരുടെ അവകാശമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കും അവരുടെ കൂടെ പോയി അടുക്കളയിൽ പങ്കെടുത്ത് ജോലി ചെയ്ത് സഹായിച്ച് 9 മണിയാകുമ്പോ നാസ്തയുണ്ടാക്കാൻ നമ്മൾക്കും അവരെ സഹായിക്കാം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ അടുക്കളയിൽ സഹായിച്ചിരുന്നു എന്ന് നമ്മൾ നിരന്തരമായി കേൾക്കാറുണ്ടല്ലോ വഅലുകളിൽ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടുക്കളയിൽ ഒരു പക്ഷേ സഹായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പറഞ്ഞാൽ നബിതങ്ങളെക്കാളും തിരക്ക് നമുക്ക് വേണം. സമയം കിട്ടൂല എന്ന് പറഞ്ഞാൽ നബിതങ്ങളെക്കാളും വലിയ തിരക്ക് നമ്മൾക്ക് ഉണ്ടാവണം. അത് നമ്മൾക്കില്ല. ലോകത്തുള്ള സർവ്വ സാമ്രാജ്യങ്ങളിലേക്കും ഇസ്ലാമിന്റെ ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള കത്തയക്കൽ, സന്ദേശമയക്കൽ, രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് സംശയങ്ങളും ഫത്വകളും ചോദിച്ച ആളുകൾ കടന്നുവരൽ, അതിനിടെയാണ് ശത്രുക്കളുടെ നിരന്തരമായ വേട്ടയാടൽ. ഇതിനൊക്കെ ഇടയിലാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ പോയി ഭാര്യയെ പാചകം ചെയ്യാനും വീട് അടിച്ചു വാരാനും അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകാശ ലോകങ്ങളിൽ നിന്ന് ഖുർആൻ ഇറങ്ങി വന്നാൽ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പല ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഹദീസുകൾ അതുപോലും അള്ളാഹു പറഞ്ഞ വിഷയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം ഇടയിലാണ് വലിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ്. അതിനിടയിലാണ് ഭാര്യയെ അടുക്കളയുടെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ ഹബീബ് സഹായിച്ചത്. വീടടിച്ചു വാരാൻ സഹായിച്ചത്, പാല് കറന്നെടുക്കാൻ സഹായിച്ചത്, ചെരുപ്പ് വൃത്തിയാക്കാൻ സഹായിച്ചത്, വസ്ത്രം തുന്നാൻ സഹായിച്ചത്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതെല്ലാം ദുനിയാവിന്റെ വിഷയങ്ങളാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യണമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അബൂദറാണോ മുആദാണോ എന്ന് ചെറിയൊരു സംശയമുണ്ടെന്നാലും വഅല്ലാ അസ്അല അഹദൻ ശൈആ. അബൂദറിനോട് പറയുകയാണ്, ഒരാളോടും ഒന്നുപോലും ചോദിക്കാൻ പാടില്ല. ഒരാളോടും ഒന്നുപോലും ചോദിക്കാൻ പാടില്ല. വഅല്ലാ അസ്അല അഹദൻ ശൈആ. ദുനിയാവിന്റെ വിഷയങ്ങൾ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ തന്നെ ചെയ്തു തീർക്കണമെന്നാ പറഞ്ഞത്. അഥവാ നിന്റെ നടന്നു പോകുന്ന സമയത്ത് നിന്റെ കയ്യിൽ നിന്നൊരു പേന താഴെ വീണാൽ അത് നീ എടുക്കണം, അപ്പുറത്തുള്ളവരോട് എടുക്കാൻ പറയരുത്. അതേപോലെ തന്നെ നിന്റെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നിന്റെ കയ്യിൽ നിന്ന് ചാവി താഴേക്ക് വീണു, അപ്പൊ പുറത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്, ആ ചാവി ഒന്ന് എടുത്തു തരുവോ? അത് നീ ചോദിക്കാൻ പാടില്ല. ഡോർ തുറന്ന് നീ പോയി അതിനെടുക്കണം. അഥവാ ദുനിയാവിന്റെ വിഷയങ്ങളിൽ മറ്റൊരാളെ ആശ്രയിക്കരുത് എന്ന മനോഹരമായ ആശയമാണ് ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കരുത്. നമ്മളെല്ലാവരും സെൽഫ് സഫിഷ്യന്റ് ആവണം. നമ്മൾ പര്യാപ്തരാവണം, സ്വയം പര്യാപ്തരാവണം. അതല്ലാതെ മറ്റുള്ളവരെ അതെടുക്ക് ഇതെടുക്ക്, പേന കൊണ്ട, കണ്ണട കൊണ്ട, വസ്ത്രം എവിടെ, ഇങ്ങനെയെല്ലാം ഭാര്യമാരേൽപ്പിക്കുക. ഏതൊക്കെ 900 ജോലിയാണ് ഭാര്യമാർക്ക് അടുക്കളയിൽ.
അതിനിടയിലാണ് നിങ്ങളുടെ ഓരോ കണ്ണട തേടി പിടിക്കേണ്ടത്, നിങ്ങളുടെ പേഴ്സ് തേടി പിടിക്കേണ്ടത്, നിങ്ങളുടെ മൊബൈൽ തേടി പിടിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരോട് സഹായം ആവശ്യപ്പെടുന്നതിന് പകരം നമ്മൾ സ്വയം പോയി ചെയ്യണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ താല്പര്യം. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, സമയമായിട്ടും ചായ ലഭിക്കാത്തതിന്റെ പേരിൽ ഭാര്യമാരോട് ദേഷ്യപ്പെടാൻ നമ്മൾക്ക് അർഹതയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവരുടെ കൂടെ പാചകം ചെയ്യാൻ നമ്മളും കൂടണമായിരുന്നു. അത് നമ്മുടെയും ഡ്യൂട്ടിയാണ്. ആ നേരമാകുമ്പോൾ നാസ്തയുണ്ടാക്കേണ്ടത് നമ്മുടെയും കൂടി കടമയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ ഭാര്യയോട് എങ്ങനെ ദേഷ്യപ്പെടും? അതുകൊണ്ടാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ ഹബീബ് ദുനിയാവിന്റെ വിഷയത്തിൽ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല. ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ എന്തേ നീ ചെയ്യാത്തത് എന്ന് ചോദിച്ചിട്ടില്ല. ആലോചിക്കണം, നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ എന്തേ നീ ചെയ്യാത്തത് എന്ന് പോലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. പിന്നെ എന്താണുണ്ടായത്? ദേഷ്യപ്പെട്ടത് എപ്പോഴാണ്? ദീനിന്റെ വിഷയങ്ങളിൽ ദേഷ്യപ്പെടണം. അവിടെ തമാശ പാടില്ല, അവിടെ നമ്മുടെ കളി പാടില്ല, അവിടെ നമ്മുടെ അനാസ്ഥ പാടില്ല. ദീനിന്റെ വിഷയം എന്ന് പറയുമ്പോ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ, ആ ഭാര്യയെ ദേഷ്യപ്പെടണം, അവരെ വിളിച്ചുണർത്തണം. എണീക്കുന്നില്ലെങ്കിൽ വെള്ളം ഒഴിച്ചെങ്കിലും അവരെ നിസ്കരിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. 12:45 ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ അവരോട് നിസ്കരിക്കാൻ പറയണം. നിസ്കരിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടണം. നമ്മൾ ദേഷ്യപ്പെടൂല. 1 മണിക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും. എന്നാൽ 12:45 നിസ്കരിക്കേണ്ട നിസ്കാരം 3 മണിയായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരോട് ദേഷ്യപ്പെടാറുണ്ടോ എന്നാണ് നമ്മൾ ഓരോ ആളുകളും ആലോചിക്കേണ്ടത്. ഓരോ ആളുകളും ചിന്തിക്കേണ്ട വിഷയമാണിത്. അഥവാ നമ്മുടെ സ്നേഹം ദുനിയാവിന്റെ വിഷയത്തിലായി, ആഖിറം എന്നൊരു ചിന്ത നമ്മൾക്കില്ല. നമ്മുടെ മക്കൾ പരീക്ഷകളിൽ തോറ്റുപോയാൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ ളുഹർ നിസ്കാരം, അതേപോലെ സ്കൂൾ വിട്ടു വരുന്ന മക്കളോട് നീ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു ഉമ്മ, നീ ഇന്ന് ളുഹർ നിസ്കരിച്ചോ എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം കാണിക്കാറില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ദുനിയാവിന്റെ പേരിൽ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, ഭൗതികതയുടെ പേരിൽ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു. പാരത്രിക ലോകത്ത് എന്റെ മക്കൾ രക്ഷപ്പെടണമെന്നുള്ള ചിന്ത മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ സ്നേഹം കപട സ്നേഹമാണ്. മക്കളോടുള്ള സ്നേഹം കാപട്യമാണ്. കാരണം താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയല്ലല്ലോ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കേണ്ടത്. പിന്നെയോ അനശ്വരമായ ഒരു ലോകം വരാനുണ്ട്, ശാശ്വതമായ ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്ത് എന്റെ മകൻ നരകത്തിൽ കിടക്കരുതേ, എന്റെ മകൻ നാളെ ശിക്ഷിക്കപ്പെടരുതേ, എന്റെ മകൻ നാളെ ഖബറിടത്തിൽ യാതൊരു പ്രയാസവും അനുഭവിക്കല്ലേ എന്ന ചിന്തയോടെ, പാരത്രിക ലോകത്ത് എന്റെ മക്കള് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയോടെ ആരാണോ മക്കളെ വളർത്തുന്നത് അവര് മാത്രമേ മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവര് മാത്രമേ മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുള്ളൂ. അല്ലാത്തവരുടെ സ്നേഹം കപടമാണ്. ചോദിച്ചതെല്ലാം മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നവർ, എത്ര ക്യാഷ് ചോദിച്ചാലും ഇന്നാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു മക്കൾക്ക് ക്യാഷ് കൊടുക്കുന്നവർ, എത്ര ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കാൻ പോലും നമ്മുടെ മാതാപിതാക്കൾ ആർജവം കാണിക്കാറില്ല. വളരെ വിഷമമാണിത്. സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോഴാണ് നമ്മുടെ മക്കൾ തോന്നിവാസങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ, ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, നിങ്ങൾ ദരിദ്രരാകുമെന്ന് എനിക്ക് പേടിയില്ല, നിങ്ങൾ പട്ടിണി കിടക്കുമെന്ന ഭയം എനിക്കില്ല. പക്ഷേ ഞാൻ പേടിക്കുന്നത് അൻതുബസതു അലൈക്കുമുദ് ദുനിയാ, സമ്പത്ത് നിങ്ങളിലേക്ക് കുമിഞ്ഞുകൂടുന്നതിനെയാണ്. നിങ്ങളൊക്കെ വലിയ വലിയ മുതലാളിമാരായി 5000-ന്റെ ചൂരിദാർ വാങ്ങിച്ച് ഒരു കല്യാണത്തിനിട്ട്, രണ്ടാമത് കല്യാണത്തിനിട്ട്, മൂന്നാമത്തെ കല്യാണം വരുമ്പോഴേക്കും ഭർത്താവിനോട് ഇത് കണ്ടില്ലേ, നാട്ടുകാർ കണ്ടില്ലേ, ഇത് ആ കല്യാണത്തിന് ഞാൻ ധരിച്ചതല്ലേ, ഈ സൽക്കാരത്തിന്
കല്യാണത്തിന് ഞാൻ ധരിച്ചതല്ലേ, അതുകൊണ്ട് ഇത് പറ്റൂല, എനിക്ക് പുതിയൊരു ചുരിദാർ വേണമെന്ന് പറഞ്ഞ് സമ്പത്ത് കുമിഞ്ഞുകൂടി സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു കാലം എന്റെ സമുദായത്തിലേക്ക് വരാനുണ്ട്. അതിനെയാണ് ഞാൻ പേടിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഒരു കല്യാണത്തിന് ഒരു ചുരിദാർ ഇട്ടാൽ അടുത്ത കല്യാണത്തിന് അതിടൂല. ആരാ ഇത്? എലിസബത്ത് രാജ്ഞി, ഡയാന രാജകുമാരി. എന്താ നമ്മുടെ പെൺമക്കളൊക്കെ അവസ്ഥ എന്താ? ആണുങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളെ പറയാൻ കാരണം, ആണുങ്ങൾ ഡ്രസ്സൊക്കെ ഇടുന്നെന്ന് എനിക്കറിയാം. ഓരോ കല്യാണത്തിന് ഓരോ പാന്റ് ഷർട്ടൊക്കെ ആണുങ്ങൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. സിവിൽ കോഡ് പോലെ, ഏക സിവിൽ കോഡ് പോലെ ഏക ഡ്രസ് കോഡ് ഉണ്ടാവാറുണ്ട്. അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരു ചുരിദാർ, ഒരു വസ്ത്രം ഒരു കല്യാണത്തിന് പിന്നതിടൂല, 2 ഫംഗ്ഷന് പിന്നിടൂല, 3 ഫംഗ്ഷന് പിന്നിടൂല. ഇതിനൊക്കെ റേറ്റ് എത്രയാ? അതിന്റെയൊക്കെ വില എത്രയാ? 5000, 4000, 3000 ഒക്കെ. മിനിങ്ങളെ, ഇത് അപകടമാണ്. ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണിത്. നമ്മുടെ സഹോദര സമുദായങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്. അവരൊന്നും ഇങ്ങനെ വസ്ത്രത്തിന്റെ പേരിൽ ആർഭാടം കാണിക്കാറില്ല. വലിയ വില കൊടുത്തവർ വസ്ത്രം വാങ്ങാറില്ല. വാങ്ങിയ വസ്ത്രം തന്നെ ഒരു ഫംഗ്ഷന് ഞാൻ ധരിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അവരാരും മാറ്റിവെക്കാറില്ല. മുസ്ലിം സമുദായമേ, നമ്മളിൽ മാത്രമേ ഇങ്ങനെ ഒരു അഹങ്കാരം പിടിപ്പെട്ടിട്ടുള്ളൂ. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, എനിക്ക് ദാരിദ്ര്യത്തെ ഭയമില്ല. നിങ്ങൾ പട്ടിണി കിടക്കുമെന്ന പേടി എനിക്കില്ല. പിന്നെ എന്താ എന്റെ പേടി? ഓരോ കല്യാണത്തിന് ഓരോ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് അത് നിങ്ങളുടെ അലമാരയിൽ മടക്കി അട്ടിയായി വെക്കുമോ എന്ന ഭയം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ വന്നാൽ എന്റെ സമുദായം നശിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അങ്ങനെ വന്നുപോയാൽ എന്റെ സമുദായത്തിനത് ആപത്താണ്, എന്റെ സമുദായത്തിനത് നഷ്ടമാണ്. എന്റെ സമുദായം അതിന്റെ പേരിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അനുഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളതിന് തയ്യാറാകുമോ? വസ്ത്രം ധരിക്കുന്നതിനോട് ഇസ്ലാം എതിരല്ല. നല്ല വീട് വെക്കുന്നത്, നല്ല വാഹനം ഉപയോഗിക്കുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, ഇതൊന്നും പരിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ധൂർത്തിനോട് ഇസ്ലാം ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. ധൂർത്തിനെ ഇസ്ലാം ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. ധൂർത്തിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കൂല. എന്താണ് ധൂർത്ത് എന്ന് പറയുന്നത്? ഒരാൾ ഒരു 25,000 രൂപയുടെ ചുരിദാർ ധരിക്കുന്നത് ധൂർത്തല്ല. അത് ധൂർത്തല്ല. അള്ളാഹു കൊടുത്ത നിഅമത്ത്, അള്ളാഹു കൊടുത്ത സമ്പാദ്യം അയാൾ അത് ഉപയോഗിക്കുകയാണ്. എന്നാൽ ആ ചൂരിദാർ ഒരൊറ്റ തവണ അല്ലെങ്കിൽ 2 തവണ, അത്രയേ ഉള്ളൂ, 3 തവണ, പിന്നെ അത് ധരിച്ചിട്ടില്ല. എത്രയാണ് ഇതിന്റെ വില? 25,000 രൂപയാണ്. ഇത് ധൂർത്താണ് മുഅ്മിനീങ്ങളെ. ഇതിനെയാണ് ധൂർത്ത് എന്ന് പറയുന്നത്. എന്നാൽ ചെറുപ്പക്കാരങ്ങനെയല്ല. അവർ 2,000, 3,000 കൊടുത്തൊരു ഷർട്ട് വാങ്ങിച്ചാൽ, ഒരു 4,000 2,000 കൊടുത്ത് ഒരു പാൻസ് വാങ്ങിച്ചാൽ, ചെരുപ്പ് വാങ്ങിച്ചാൽ, അത് ഒരു വർഷം അല്ലെങ്കിൽ അത് കീറിപ്പോകുന്നത് വരെ ഇടാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തയ്യാറാവാറുണ്ട്. എന്നാൽ സ്ത്രീകളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് അപകർഷതാബോധമാണ്. വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ, വിവരമില്ലാത്തതിന്റെ പേരിൽ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. വിവരം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ കഴിവ് തെളിയിക്കാൻ നമ്മുടെ പെൺമക്കൾക്ക് കഴിയാതെ വന്നപ്പോ സമ്പത്ത് കൊണ്ട് നമ്മൾ കഴിവ് തെളിയിക്കുകയാണ്. സമ്പത്ത് കൊണ്ട്, സ്വർണങ്ങൾ കൊണ്ട് നമ്മൾ ജാട കാണിക്കുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വേണം ഒരു കൈ ചെയിന്, ഒരു കാൽ ചെയിന്, ഒരു അരച്ചെയിന്, ഒരു മാല, ഒരു താലി. എത്ര പൈസയാണ് അതിനു വേണ്ടി ചെലവഴിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ,
ജ്വല്ലറികളിൽ പോയി 30,000 രൂപ സ്വർണത്തിന്റെ റേറ്റ് കടന്നിട്ടും 30,000 കടന്നിട്ടും കുതിക്കുകയാണ്. എന്നിട്ട് പോലും നമ്മുടെ സമുദായത്തിലെ സഹോദരിമാർക്ക് ബോധം വരുന്നുണ്ടോ? എന്തേ നമ്മുടെ മക്കൾ, ചെറിയ മക്കൾ, പരന്നു നടക്കുന്ന പരക്കുന്ന മക്കൾ, ചെറിയ കിടാങ്ങൾ, അവർ ധരിച്ചാലെന്ത്, ധരിച്ചില്ലെങ്കിൽ എന്ത്? അവർക്കിങ്ങനെ സ്വർണം ശരീരത്തിൽ ഇങ്ങനെ തിരികെ കയറ്റി നിങ്ങൾ എന്തിനായി ജാട കാണിക്കുന്നത്? ആരുടെ മുമ്പിലാ നിങ്ങൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു 30,000 കൊണ്ട് ഒരു പവൻ എന്ന് പറഞ്ഞാൽ ഒരു കൈകാലുകളിൽ ധരിക്കേണ്ട ആഭരണത്തിന് ഏകദേശം 5 പവന് വേണം, അല്ലെങ്കിൽ ഒരു 4 പവന് വേണം. എത്രയായി? 1.5 ലക്ഷം, 2 ലക്ഷം രൂപ. എങ്ങനെയാണ് ഒരു പാവപ്പെട്ട സഹോദരൻ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്? ആലോചിക്കണ്ടേ നമ്മൾ? അതുകൊണ്ട് എങ്ങനെ ഇതുണ്ടായി എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മേഖലകളിലുള്ള നമ്മുടെ അഭാവമാണ്. പഠിക്കാത്തതാണ്, വിവരമില്ലാത്തതാണ്, കോളേജുകളിൽ പോവാത്തതാണ്. വളരെ ചെറുപ്പത്തിലെ ഞാനൊരു ഹൗസ് വൈഫായി ജീവിക്കേണ്ടവളാണല്ലോ എന്ന ചിന്തയോടെ, ഞാൻ എന്റെ വീടിന്റെ കിച്ചണിൽ ജീവിക്കേണ്ടവനാണോ എന്ന ചിന്തയോടെ പഠിക്കൂല. +2 കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകൂല. സ്കൂളിൽ പോയവർ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കൂല, ഡിഗ്രി പൂർത്തിയാക്കൂല, ഡിഗ്രി വിജയിക്കൂല. എന്നാൽ നമ്മുടെ സഹോദര സമുദായങ്ങളിൽ അങ്ങനെയല്ല. അവരൊക്കെ പഠിക്കുകയാണ്. ഇനി ഹൗസ് വൈഫായാലും ഇല്ലേലും എന്തെങ്കിലും ഒരു ജോലി വാങ്ങണം, സെൽഫ് സഫിഷ്യന്റ് ആവണം, ഒറ്റയ്ക്ക് സ്വയം പര്യാപ്തയാവണം എന്ന ചിന്തയോടുകൂടെ മറ്റുള്ളവർ പഠിക്കുമ്പോ നമ്മുടെ സമുദായക്കാർ, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അടിച്ചുപൊളിക്ക് വേണ്ടിയാണ്, എൻജോയ്മെന്റിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി. ആരാണ് ഈ ചിന്തയുണ്ടാക്കിയത്? ഈ ചിന്തയുണ്ടാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളാണ് ടൈം പാസിന് വേണ്ടി സ്കൂളിൽ പോകാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അടുക്കളയിൽ പോയി ജോലി ചെയ്യേണ്ട നീ എന്തിനാണ് ഇങ്ങനെ സ്കൂളിൽ പോകുന്നത്, കോളേജിൽ പോകുന്നത് എന്ന ചോദ്യങ്ങൾ കേട്ട് അവർക്കും മനസ്സിലായി ഞാൻ പഠിക്കേണ്ടല്ലോ. എന്നാൽ ഒരു 3 വർഷക്കാലം മടിച്ചു പൊളിച്ച് എന്റെ കല്യാണ പ്രായമാകുമ്പോൾ എന്നെ കെട്ടിച്ചു വിടുമല്ലോ, പിന്നെ എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റുകൾ, എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റുകൾ, എന്തിനാണ് ഈ ഡിഗ്രികൾ, എന്തിനാണ് ഈ പഠനം എന്ന ചിന്തയോടെ വീട്ടിൽ നിന്ന് നല്ല സൗന്ദര്യത്തോടെ മനോഹരമായി വസ്ത്രമണിഞ്ഞ് മുഖമെല്ലാം മിനുക്കി നല്ല സുന്ദരി കുട്ടികളായി വീട്ടിൽ നിന്നിറങ്ങി 3 വർഷക്കാലം ചെലവഴിച്ചിട്ടും ഒരു കാമ അറിയാതെ തിരിച്ചു വരുന്നത് ദയനീയമാണ് എന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. എത്ര മക്കളുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർ, കോഴ്സ് പൂർത്തീകരിച്ചവർ? നമ്മുടെ ഈ നാട് വഴിക്കടവുമായി ബന്ധപ്പെട്ട് ഈ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്റെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എത്ര പേര് കോഴ്സ് പൂർത്തീകരിക്കുന്നുണ്ട്? കോഴ്സ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ 3 വർഷം പഠിക്കുക എന്നല്ല, 3 വർഷം പഠിക്കുക എന്നല്ല. കോഴ്സ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഡിഗ്രി ക്വാളിഫൈഡ് ആവുക, ഡിഗ്രി പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും വിജയിച്ചുകൊണ്ട് ഒരാൾ പൂർത്തിയാക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ 3 വർഷക്കാലം കോളേജിൽ പോയി തിരിച്ചു വരലല്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു പഠനം നടത്തിക്കോളൂ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലുള്ള പ്രവർത്തകരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഈ നാട്ടിൽ നിങ്ങളൊരു പഠനം നടത്തണം, ഒരു സർവേ നടത്തണം. ഡിഗ്രിയിൽ ജോയിൻ ചെയ്ത ആളുകൾ, 3 വർഷത്തെ പഠനത്തിന് വേണ്ടി ജോയിൻ ചെയ്ത ആളുകളിൽ എത്ര പേര് കോഴ്സ് പാസ്സായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരു പഠനം നടത്തിയാൽ 100-ൽ ഒരു 10% ആളുകളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. 90% ആളുകളും വെറുതെ ആസ്വാദനത്തിന് വേണ്ടി സ്കൂളിൽ പോയി, എന്നിട്ട് വിവരമില്ലാതെ പഠിക്കാതെ, ഇംഗ്ലീഷ് അറിയില്ല, മദ്രസയിൽ പഠിച്ചൊരു പെൺകുട്ടിക്ക് അറബി അറിയില്ല, ഇംഗ്ലീഷ് വായിച്ചാൽ അർത്ഥം അറിയില്ല, പാഠപുസ്തകങ്ങളിലുള്ളത് എന്താണെന്നറിയില്ല. ഈ പെൺകുട്ടിയാണ് നാളെ വിവാഹിതയാവാൻ പോകുന്നത്. 3 വർഷം കഴിഞ്ഞാൽ ഇവരുടെ കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പോയാൽ ഏത് നഴ്സറി സ്കൂളുകളാണെങ്കിലും അവിടുത്തെ അധ്യാപകന്മാർ ഡയറി എഴുതി കൊടുക്കുന്നത് ഇംഗ്ലീഷാണ്. ഈ ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയത് എന്ന് പോലും അറിയാതെ ഈ നമ്മുടെ പെൺമക്കൾ മേലോട്ട് നോക്കി കൈ ഉയർത്തി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയുള്ളവരായി. നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ആരെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കിതിന്റെ ഫോട്ടോ എടുത്തയച്ച് ഈ രീതിയിൽ മക്കളെ നാളെ ഹോംവർക്ക് വേണോ, നാളെ സ്കൂളുണ്ടോ, എന്താ ചെയ്യേണ്ടത്, പാരന്റ്സ് മീറ്റിംഗ് ആണോ, ഇതുപോലും അറിയുന്നില്ല. ആർക്ക്? 3 വർഷക്കാലം കോളേജിൽ പോയി പഠിച്ചു വന്ന ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അപകർഷത
അർഹതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെ മക്കൾക്കുണ്ടായത് കൊണ്ടാണ് ഈ വിലയുള്ള നല്ല ഉന്നതമായ വില കൊടുത്തുള്ള ചുരിദാർ ധരിച്ച് അതിൽ അഹങ്കരിക്കുന്നതവർ വേറൊന്നുമല്ല, പഠിക്കാത്തത് കൊണ്ടാണ്. നന്നായി പഠിച്ച ഒരു പെണ്ണ് ഇതേപോലെ കൈ നിറയെ സ്വർണമിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈ നിറയെ, കാല് നിറയെ, കഴുത്ത് നിറയെ സ്വർണവും ഇട്ടിങ്ങനെ ജാട കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഡോക്ടർമാരുണ്ടാവാം, അതുപോലെ തന്നെ എഞ്ചിനീയർമാരുണ്ടാവാം, ഓരോ മേഖലകളിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ എത്രയോ സ്ത്രീകളുണ്ടാവാം, അധ്യാപകരുണ്ടാകാം, ടീച്ചേഴ്സ് ഉണ്ടാവാം. അവരൊക്കെ നോക്കിക്കോളൂ, ഒരു കല്യാണത്തിനൊരു ഫംഗ്ഷന്, എന്തെങ്കിലും ഒരു പ്രോഗ്രാമുകളിൽ ഇങ്ങനെ സ്വർണം കൊണ്ട് കുപ്പായം പണിയുന്ന ഏതെങ്കിലും ഒരു വിദ്യാസമ്പന്നരായ ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മേഖലകളിൽ നമ്മൾ താഴ്ന്നു പോയപ്പോൾ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുക എന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായം മാറി. അത് അപകടത്തിലേക്കാണ്, അത് നാശത്തിലേക്കായിരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന് പരിഹാരം എന്താണ്? അതിനുള്ള പരിഹാരം മക്കളെ പഠിപ്പിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം, നന്നായി പഠിപ്പിക്കണം. ആണായാലും പെണ്ണായാലും. ആണിനെക്കാളും കൂടുതൽ പഠിപ്പിക്കേണ്ടത് പെണ്ണിനെയാണ്, ആണിനെക്കാളും കൂടുതൽ പഠിപ്പിക്കേണ്ടത് പെണ്ണിനെയാണ്. കാരണം പെണ്ണാണ് മക്കൾക്ക് ജന്മം നൽകുന്നത്, ആ മക്കളെ പോറ്റി വളർത്തുന്നത് പെണ്ണാണ്, മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് പെണ്ണാണ്. ജോലിക്ക് പോകണമെന്ന് നിർബന്ധമില്ല, ജോലിക്ക് പോകുന്നവർ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അങ്ങനെയില്ല. ജോലിക്ക് പോകുന്നവരെക്കാളും കൂടുതൽ പഠിക്കേണ്ടത് സ്വന്തം വീട്ടിലുള്ളവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോലിക്ക് പോകുന്നവരെക്കാളും കൂടുതൽ പഠിക്കേണ്ടത് സ്വന്തം വീട്ടിൽ ഹൗസ് വൈഫായി ജീവിക്കുന്നവരാണ്. കാരണം അവരിൽ നിന്നാണ് ഇനി വരാനിരിക്കുന്ന തലമുറ വളരേണ്ടത്. വിവരമില്ലാത്ത ഉമ്മമാരുടെ മക്കളും നല്ല വിദ്യാസമ്പന്നരായ ഉമ്മമാരുടെ മക്കളും രണ്ടും രണ്ട് സ്റ്റൈലിലുള്ള ജീവിതമാണെന്ന് നിങ്ങളൊരു പഠനം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്കൂളിൽ പോകാത്തവർ, SSLC കംപ്ലീറ്റ് ചെയ്യാത്തവർ, +2 കംപ്ലീറ്റ് ചെയ്യാത്തവർ, ഡിഗ്രിയുടെ കോളേജിന്റെ പടിവാതിൽക്കൽ പോലും എത്താത്തവർ, ഇങ്ങനെയുള്ള ഉമ്മമാർ, പൊതുവിവരമില്ലാത്തവർ, ജനറൽ നോളേജ് ഇല്ല, നാട്ടിൽ നടക്കുന്ന റീസെന്റ് ആയ കാലികമായ വിവരമില്ല, ഇത്തരം സഹോദരിമാർ വായനയില്ല, ആകെ മൊബൈൽ എടുത്താൽ യൂട്യൂബിൽ പോയി സീരിയൽ കാണാ, വീഡിയോകൾ കാണാ, നൃത്തങ്ങൾ കാണാ, കോമഡികൾ കാണാ, ഇതല്ലാതെ പഠനാർഹമായ ഒരു വീഡിയോകൾ അവർ കാണാറില്ല. അതേപോലെ തന്നെ പഠനാർഹമായ ചാനലുകൾ അവർ കാണാറില്ല, പത്രങ്ങൾ അവർ വായിക്കാറില്ല. ഇങ്ങനെ വെറും ദുനിയാവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടുത്തെ കാലികമായ വിഷയങ്ങളിൽ താല്പര്യം പോലും ഇല്ലാത്ത ഉമ്മമാർ, അവരുടെ മക്കളാണ് ബസ് സ്റ്റാൻഡിൽ പോയി ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. രാത്രിയായാൽ ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കുന്നവരാവുന്നത്, രാത്രിയായാലും കിടന്നുറങ്ങാതെ ഫുട്ബോൾ കളിച്ചു നടക്കുന്നത് ഇതുപോലെയുള്ള ഉമ്മമാരുടെ മക്കളായിരിക്കും. ബക്കറ്റ് വരും, ബക്കറ്റിന്റെ കൂടെ ഒരു കവറും തരും. നമ്മുടെ മദ്രസ നിർമ്മാണം പകുതിയിലാണ്. എല്ലാവരും ഇന്നത്തെ ഈ സദസ്സിൽ തന്നെ ഞാൻ പറയാണ്, ഇന്നിപ്പോ നിങ്ങൾ എത്ര കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല. ബക്കറ്റ് വരുമ്പോ 10 20 ഇടുന്ന പരിപാടി നിങ്ങൾ ഇന്നത്തോടുകൂടി നിർത്തിവെക്കണം. ബക്കറ്റ് വരുമ്പോ 10 20 ഇടുന്ന പരിപാടി നിങ്ങൾ ഇന്നത്തോടുകൂടി നിർത്തിവെക്കണം. പിന്നെ നിങ്ങൾ എത്ര കൊണ്ടുവന്നു അറിയില്ല. കൊണ്ടുവന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ ബക്കറ്റിലിട. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും നാളെ മുതൽ ചെറിയ ചെറിയ സംഖ്യകൾ നിങ്ങൾ പോക്കറ്റിലിട്ടിട്ട് വരാനേ പാടില്ല. കാരണം പറയാം, 10 രൂപ ഇട്ടാലും 20 രൂപ ഇട്ടാലൊക്കെ അള്ളാഹു പ്രതിഫലം തരും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. 1 രൂപ ഇട്ടാലും അള്ളാഹു കൂലി തരും. 1 രൂപ ഇട്ടാൽ അള്ളാഹു അതിന്റെ പ്രതിഫലം തരും. എന്നാൽ അതൊന്നും ഇവിടെ വിഷയം. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരാം. ഒരാൾ ഈ സദസ്സിൽ പല ഉദ്ദേശങ്ങളുള്ള ആളുകളുണ്ടാവും, രോഗികളുണ്ടാവും. നിങ്ങളുടെ രോഗത്തിന് ശിഫ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട സംഖ്യ ഇടണം. അതേപോലെ തന്നെ ഈ സദസ്സിൽ മക്കളില്ലാത്തവരുണ്ടാകും, മക്കൾ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ ഇടണം. കടങ്ങളുള്ളവരുണ്ടാകും, കടം വീടണമെങ്കിൽ ഇഷ്ടപ്പെട്ട സംഖ്യ ഇടണം. അപ്പൊ ഈ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയാനുള്ളത്,
എവിടെയായാലും ഏത് സ്ഥലത്തായാലും വഅദിന്റെ സദസ്സുകളിൽ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ബക്കറ്റിന്റെ കാര്യം പ്രത്യേകം പറയാൻ കാരണം, ബക്കറ്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സ്വതക്കയാണത്. നിങ്ങൾ ഈ ബക്കറ്റിലിടുന്ന പൈസ ഉണ്ടല്ലോ, അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് 100% ഉറപ്പാണ്. ഒരു ഡൗട്ടും അതിലില്ല. നിങ്ങൾ ഹലാലായ സമ്പാദ്യമാണ് അതിലിട്ടതെങ്കിൽ 100% അള്ളാഹു അത് സ്വീകരിക്കും. അപ്പൊ ഈ സ്വീകരിക്കുന്ന സംഖ്യ 10 രൂപയായാലോ കൂലി കിട്ടും, പക്ഷെ അതുകൊണ്ട് നേട്ടമുണ്ടാവൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ, അള്ളാഹുവെ ഞാൻ കടം കൊണ്ട് പ്രയാസപ്പെടാൻ, അള്ളാഹുവെ എന്റെ വീടിന്റെ പണി പകുതിയിലാണ്, അള്ളാഹുവെ എനിക്ക് മക്കളില്ല, ഞാൻ രോഗിയാണ്, ക്യാൻസറാണ്, അള്ളാഹുവെ എനിക്ക് നല്ല പരീക്ഷയിൽ ഉന്നതമായ വിജയം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട സംഖ്യയുടെ, അത് എത്രയായാലും കുഴപ്പമില്ല, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ട സംഖ്യയുടെ. അപ്പൊ അതേപോലെ കവറ് നാളെ വരുമ്പോ കവറും അതുപോലെ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സദഖയാണ് കവറും. എന്തുകൊണ്ട് ഈ ബക്കറ്റും കവറും അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ കാരണം എന്തുകൊണ്ടാ? അതിന്റെ കാരണം അത് ഞാനും എന്റെ റബ്ബും അല്ലാതെ വേറൊരാൾ കാണൂല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നമ്മുടെ മദ്രസന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആരാ ഒരു 10,000 തരാൻ? ഒരുപാട് ആളുകൾ തയ്യാറുണ്ടാവും, പക്ഷെ അത് കുറെ ആളുകൾ കാണും, അത് സ്വീകരിക്കും. പക്ഷെ ആ കാണുന്നതിനിടയിൽ നമ്മുടെ നീയത്തിൽ എന്തെങ്കിലും ഒരു പെശക് വന്നു പോയാൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. എന്നാൽ ഇതങ്ങനെയല്ല, ആരും കാണാത്ത സ്വതക്കയാണ് ബക്കറ്റും കവറൊക്കെ. അള്ളാഹു, ഞാൻ, നമ്മുടെ ഭാര്യമാര് പോലും അറിയില്ല, മക്കൾ അറിയില്ല, ഭർത്താക്കന്മാരറിയില്ല. അതുകൊണ്ട് സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വതക്ക ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട സംഖ്യ സ്വതക്ക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ നന്നായി പഠിപ്പിക്കുക. അദ്ദിബൂ ഔലാദകും അലാ 3 ഖിസാൽ, 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ, 2, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ, 3, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പഠനം നടത്തണം എന്നാ പറഞ്ഞത്. 3-മത്തേത് 1 അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ, 2 നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ, 3-മത്തേത് പരിശുദ്ധമായ ഖുർആൻ പഠിക്കണം. ഖുർആൻ ഗവേഷണത്തിനും റിസർച്ച് ചെയ്യാനും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഖുർആനിൽ പല ഏകദേശം 70ഓളം സ്ഥലങ്ങളിൽ കൈഫ 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 എന്ന ആ ഒരു പദം കാണും. കൈഫ എന്ന പദത്തിനർത്ഥം തന്നെ എങ്ങനെ ഞാൻ അതിനെ സൃഷ്ടിച്ചു, നിങ്ങൾ പഠനം നടത്തൂ. നിങ്ങൾ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങൾ കാണുന്നില്ലേ, ഞാൻ എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ്? ഉത്തരവില്ല. അപ്പൊ ഉത്തരം നമ്മൾ കണ്ടെത്തണം. റിസർച്ച് ചെയ്യാനുള്ള അവസരം തരാണ്. വഇലൽ ജിബാലി കൈഫ നുസിബത്, കാണുന്നില്ലേ പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്? വഇലൽ അർളി കൈഫ സുതിഹത് വഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശങ്ങൾ ഉയർന്നു നിൽക്കുന്നതും അതേപോലെ ഭൂമി പരന്നു കിടക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് കാണുന്നില്ലേ? അതെങ്ങനെ പരന്നു, അതെങ്ങനെ നിവർന്നു, അതെങ്ങനെ ഉയർന്നു? ഇതൊക്കെ പഠനം നടത്താൻ, റിസർച്ച് ചെയ്യാൻ അള്ളാഹു നമ്മൾ കിട്ടുതരാൻ. അപ്പൊ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഗവേഷണം നടത്തുന്നതിനെയും പഠിക്കുന്നതിനെയും നന്നായി പ്രോത്സാഹിപ്പിച്ച മതമാണ്. അപ്പൊ നമ്മുടെ സഹോദരന്മാരായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു പെണ്ണാണെങ്കിൽ അവളുടെ പഠനം നിർത്തിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണ്ട. അവൾക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാം. 18 വയസ്സായാൽ അവളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ അവളെ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം, ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ. ഈ പഠിക്കാൻ പോകുന്നവരൊക്കെ മോശക്കാരാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെയല്ല, പഠിക്കാൻ പോകുന്നവരൊന്നും മോശമല്ല. ആരാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പഠിക്കാൻ പോകുന്നവരൊക്കെ മോശമാണ്. ആരാ പറഞ്ഞത് പഠിക്കാൻ പോകുന്നവരൊക്കെ മോശമാണെന്ന്? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള മക്കളൊക്കെ നല്ലവരാണോ? പഠിക്കാൻ പോകുന്നവർ മോശക്കാരാണെങ്കിൽ സ്വന്തം വീടിനകത്തുള്ള മക്കളൊക്കെ നല്ലവരാണോ? അങ്ങനെ ഒരു ധാരണയും വേണ്ട. പഠിക്കാൻ പോകുന്ന മക്കൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകും, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അവരവരുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർക്കറിയാം കോളേജിന്റെ ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്ന്.
വീട് വിട്ടാൽ ബസ് സ്റ്റാൻഡ് മുതൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് വരെ വഴിയോരങ്ങളിൽ ആരൊക്കെ എവിടെ എങ്ങനെയൊക്കെ കാത്തിരിക്കുമെന്ന് കോളേജിൽ പോയി പഠിച്ച ഒരു പെൺകുട്ടിക്കറിയാം. അവള് മക്കളെ വളർത്തുമ്പോൾ ആ ഒരു രീതിയിൽ നിയന്ത്രണത്തോടെ വളർത്താൻ അവർക്കറിയും. എന്നാൽ സ്കൂളിന്റെ പടി കയറാത്ത ഒരു ഉമ്മയ്ക്ക് എന്തറിയാനാ എന്താ കോളേജിൽ നടക്കുന്നത്? അവർ കൃത്യമായി ഞായറാഴ്ച പോലും നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്താണ് കാരണം? സ്പെഷ്യൽ ക്ലാസ് ആണ്. എവിടെ സ്പെഷ്യൽ ക്ലാസ് എന്നറിയോ? തിയേറ്ററുകളിൽ സ്പെഷ്യൽ ക്ലാസ്. നമ്മുടെ മക്കളൊക്കെ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെയാണ്. സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ പോയിട്ട് ചൂരിദാർ മാറ്റൊരു പെൺകുട്ടി. ഒരു പെൺകുട്ടിയോട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം വീട്ടിലല്ലാതെ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ചതാണത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയമാണത്. സ്വന്തം വീട്ടിലല്ലാതെ വസ്ത്രം മാറ്റാൻ പാടില്ല. അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ടാണത്. അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ടാണത് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റൈലുകളിൽ പോയി അതേപോലെ ഹോട്ടലുകളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി വസ്ത്രം മാറുമ്പോൾ അവിടെ ഹിഡൻ ക്യാമറ പോലെയുള്ള ക്യാമറകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ, അപകടങ്ങൾ പതിയിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങള് ഒരു കാരണവശാലും നിങ്ങളുടെ വസ്ത്രം പുറത്തുപോയി മാറ്റാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സർ വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദ്ഖിൽ ഹലീലതഹുൽ ഹമ്മാം വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖം വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദൂ മഹ്റം ഫഇന്ന സാലിഫഹുമ അശ്ശൈത്താൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹുവിനെ കൊണ്ടൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരാൾ ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സർ, ഔറത്ത് മറക്കാതെ ബാത്റൂമിൽ കയറാൻ പാടില്ല, നഗ്നരായി കുളിക്കാൻ പാടില്ല. അത് സ്വന്തം വീട്ടിലെ ബാത്റൂം ആണെങ്കിലും ശരി, സ്വന്തം വീട്ടിലെ ബാത്റൂം, ഇനി ഏതെങ്കിലും ഹോട്ടലുകളിൽ പോയി അവിടുത്തെ ബാത്റൂം. എന്താ കാരണം? വേണ്ട, ഔറത്ത് മറക്കാതെ ബാത്റൂമിൽ പോണ്ട, കറാഹത്താണ്. അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വീടിന്റെ പുറത്ത്. ഇനി വീട്ടിലാണെങ്കിൽ വരെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. എത്രയോ ആളുകളാണ് ലഹരിയുടെ അഡിക്റ്റായ മക്കൾ സ്വന്തം മാതാവിന്റെ രഹസ്യഭാഗങ്ങൾ വരെ യാതൊരു മടിയുമില്ലാതെ ക്യാമറകളിലൂടെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ നമ്മൾ വായിച്ചത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. കഞ്ചാവും ലഹരിയും തലക്ക് കയറി സ്വന്തം മാതാവ് മകന്റെ ഗർഭം പേറിയവരുണ്ട്, പിതാവിന്റെ ഗർഭം മക്കൾ പേറിയവരുണ്ട്. ഇതൊക്കെ വളരെ സരളമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷ്മതയെന്നോണം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും നഗ്നരായി കുളിക്കാൻ പാടില്ല, ഔറത്ത് മറക്കാതെ കുളിക്കാൻ പാടില്ല. ആണായാലും പെണ്ണായാലും പൊതു ബാത്റൂമുകളിലേക്ക് കയറുമ്പോൾ ഔറത്ത് മറക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെ പറഞ്ഞു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരാൾ ഫലാ യുദ്ഖിൽ ഹലീലതഹുൽ ഹമ്മാം, നമ്മുടെ ഭാര്യമാരെ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. പൊതു ടോയ്ലറ്റുകൾ പോലും ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ ബാത്റൂമുകളിൽ നമ്മൾ പോവാണെങ്കിൽ പല സ്ഥലത്തും നമ്മൾ ഹിഡൻ ക്യാമറകളുടെ കഥകൾ കേൾക്കാറുണ്ട്. ഷോപ്പിംഗ് മാളുകളിൽ, വസ്ത്രം ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഫീഡിംഗ് റൂമുകളിൽ, ബാത്റൂമുകളിൽ, ഹോസ്പിറ്റലുകളിൽ. അപ്പൊ ഇത് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഇതൊക്കെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാം. നിങ്ങൾ അങ്ങനെ കയറുമ്പോ ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ച് നിങ്ങളുടെ ഔറത്തൊക്കെ വെളിവാവാത്ത രീതിയിൽ സൂക്ഷ്മത കാണിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ വായിച്ചോന്നറിയില്ല, ബ്ലൂ ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഹിഡൻ ക്യാമറകൾ വെച്ച്, ഹിഡൻ ക്യാമറകൾ സ്കൂളുകളിൽ, ബീച്ചുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, തിയേറ്ററുകളിലൊക്കെയുള്ള നമ്മുടെ കൗമാരക്കാരായ പെൺകുട്ടികളുടെയും
ചെറുപ്പക്കാരുടെയും ഈ അഴിഞ്ഞാട്ടങ്ങൾ ഹിഡൻ ക്യാമറകളിലൂടെ ഒപ്പിയെടുത്തിട്ട് അത്തരം വീഡിയോകളാണ് ബ്ലൂ ഫിലിമിന്റെ സൈറ്റുകളിലുള്ളത്. അത് കാണാനാണ് ആളുകൾക്ക് താല്പര്യം. മറ്റേ പൈസ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, സാലറി കൊടുത്ത് സെക്സ് അഭിനയിക്കുന്ന ഈ നടീനടന്മാരെക്കാളും താല്പര്യം ഇതുപോലെയുള്ള ഹിഡൻ ക്യാമറകൾ കാണാനാണ് എന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നമ്മുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഇനി ഹോസ്പിറ്റലിൽ പോയാല് ഭാര്യക്കോ ബാത്റൂം ഉപയോഗിക്കണം, അവിടെ സൂക്ഷ്മത നല്ലതാണ്. മുഖം മറക്കുന്നത്, അതുപോലെ തന്നെ ഔറത്ത് വെളിവാവാത്ത രീതിയിൽ നിയന്ത്രിക്കുന്നതൊക്കെ നല്ലതാണ്. ഇല്ലെങ്കിൽ അപകടങ്ങൾ അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നാണ് ഈ മഹത്തായ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയണം. പിന്നെ പറഞ്ഞു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ ഫലാ യഖഉദ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംറു, കള്ള് കുടിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അഥവാ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു സൽക്കാരമുണ്ട്, ഗൾഫിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അവിടുത്തെ സ്റ്റാഫുകൾ ഒരുമിച്ച് കൂടി ഒരു പാർട്ടി ഉണ്ടാകും. വലിയ വലിയ കമ്പനികളിൽ, ആ കമ്പനികളിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകും, മുസ്ലിമീങ്ങളല്ലാത്ത നോൺ മുസ്ലിംസ് ഉണ്ടാകും. അവർക്കൊക്കെ വർഷത്തിൽ ഒരു പാർട്ടി ഉണ്ടാകും. ഇടയ്ക്കിടെ ബർത്ത്ഡേ പാർട്ടികൾ ഉണ്ടാകും. ആ ബർത്ത്ഡേ പാർട്ടികളിലെല്ലാം മദ്യങ്ങൾ ഉണ്ടാകും, കള്ളുകൾ ഉണ്ടാകും, വൈനുകൾ ഉണ്ടാകും. അതുപോലെയുള്ള ആ സദസ്സിൽ, അവരുടെ ആ സുപ്രയിൽ, അവരുടെ ടേബിളിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ കുടിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല, അവിടെ ഇരിക്കാനേ പാടില്ല, നിങ്ങളെ മാറി നിൽക്കണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നാലാമതായി ഒരൽപ്പം കൂടി ഗൗരവമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാൾ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദൂ മഹ്റമിൻ മിൻഹാ, ഒരു മഹ്റമില്ലാത്ത പെണ്ണിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല. അത് ബസ്സാണെങ്കിലും ശരി, ഓട്ടോറിക്ഷയാണെങ്കിലും ശരി, ക്ലാസ് റൂം ആണെങ്കിലും ശരി, ബൈക്കാണെങ്കിലും ശരി, കാറാണെങ്കിലും ശരി, അന്യസ്ത്രീയുടെ കൂടെ ഒരു ആണും നിൽക്കാൻ പാടില്ല. ഒന്നുകിൽ മഹറമായ ഒരാൾ ഉണ്ടാകണമെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങളാരും മോശമായതുകൊണ്ടല്ല. ഉദാഹരണം, ഞാൻ ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ആദ്യമായി രാവിലെ 8 മണി പുറത്തിരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രണ്ടുപേരും അകത്തിരിക്കാൻ പാടില്ല. നിങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫഇന്ന സാലിസഹുമ ശൈത്താൻ, അവിടെ മൂന്നാമനായി പിശാച് കയറിക്കൂടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മൂന്നാമനായി കടന്നു വരും. പിശാച് വന്നാൽ പിന്നെ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകും മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക്. പെണ്ണിന്റെ ആണിന്റെ ഹൃദയങ്ങളിലേക്ക് പിശാച് വേണ്ടാത്ത ചിന്തകൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഒരുപക്ഷെ രണ്ടുപേർക്കും ഉണ്ടാവൂല, ഒരാളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ പിശാച് വേണ്ടാത്ത ഇട്ട് കൊടുക്കുമ്പോഴാണ് പീഡനങ്ങൾ ഉണ്ടാകുന്നത്, ബലാത്സംഗം ഉണ്ടാവുന്നത്. നിങ്ങൾ കണ്ടതല്ലേ, റോഡിന്റെ മധ്യത്തിൽ നിന്ന് പോലും ബംഗാളിലെ ഒരു ടീച്ചറെ, ഒരു ലേഡി സ്റ്റാഫിനെ വളരെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കരിച്ചു കൊന്നത് നമ്മൾ ഈ അടുത്ത് 2 മാസം മുമ്പ് വായിച്ച വാർത്തയാണ്. നിർഭയ കേസിലൂടെയല്ലാതെ പെണ്ണ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് അനാവശ്യമായ പീഡനങ്ങളും അനാവശ്യമായ തോന്നിവാസങ്ങളും ഫിത്നയും ഇല്ലാതിരിക്കാനാണ്. ഇതൊക്കെ സൂക്ഷ്മതയോടെയാണ് നബി തങ്ങൾ പറഞ്ഞത്. സൂക്ഷ്മതയോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്.